പെട്ടെന്ന് വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തായാലും വൈകുന്നേരങ്ങളിലായാലും അതുപോലെ തന്നെ പാർട്ടികൾക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഡെസേർട്ടായിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. കപ്പ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കഷ്ണം കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞിട്ടെടുക്കണം, അതിലെ നീര് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള നീര് ആവശ്യമില്ല കേട്ടോ, അത് ഒഴിവാക്കാം. ബാക്കി കപ്പൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഏകദേശം ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, കാരണം പെട്ടെന്ന് കുറുകിയിട്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരം വനില എസൻസ് ഉണ്ടെങ്കിൽ വനില എസൻസും ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കപ്പ നന്നായിട്ട് വെന്ത് ആ ഒരു പച്ചച്ചൊവൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഈ ഒരു സമയത്ത്. പിന്നെ നന്നായിട്ട് തിളച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കപ്പൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കുറുകി പോകണ്ട, അഥവാ കുറുകിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇത് ഡെസേർട്ടായിട്ട് തണുപ്പിച്ചിട്ടും അല്ലാണ്ടെയും ഉപയോഗിക്കാം കേട്ടോ. തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ചൂടോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് വറവിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് കോരിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ബ്രൗൺ കളറാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുപ്പിച്ചിട്ടാണെങ്കിൽ നെയ്യൊന്നും ചേർത്തിട്ട് വറവിട്ടെടുക്കണം എന്നില്ല, അല്ലാതെ തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.